ശ്രീനാദേവി കുഞ്ഞമ്മ ഈ രാഷ്ട്രീയപരമായുള്ള ഒരു ആരോപണമാണ് എന്നുള്ള കാര്യമാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ആദ്യമായി തുവേർ സ്വദേശി രണ്ടുപേരാണ് പരാതി നൽകിയത്. അത് വ്യാജമായി ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തതിന് ശേഷമാണ് മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിലെ ഉടമയുടെ ബന്ധു എന്ന നിലയ്ക്ക് റേഷൻ കാർഡിന്റെ പേരുള്ള ഉടമയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ സഹോദരി എന്ന നിലയ്ക്കാണ് ഈ പേര് ചേർത്തിട്ടുള്ളത്. അത് വ്യാജമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പരാതിയിന്മേല് അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ വിശദമായി പരിശോധന നടത്തുകയും അത് അത്തരത്തിൽ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ആ റേഷൻ കാർഡ് തന്നെ അത്തരത്തിൽ വിലാസത്തിൽ ആളില്ലാത്തപ്പോൾ തന്നെ ആ റേഷൻ കാർഡ് തന്നെ റദ്ദാക്കുന്ന നടപടിയിലേക്ക് പോയി. അതേസമയം ശ്രീനാദേവി കുഞ്ഞമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ റേഷൻ കാർഡിലെ ഉടമയായ വ്യക്തിയും ഞങ്ങളും അതായത് താനും ബന്ധുക്കളാണ്. എന്റെ സ്വന്തക്കാരായ ആളുകൾ തന്നെയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. കുടുംബപരമായുള്ള ബന്ധുക്കാരാണ്. നേരത്തെ ഈ വിലാസത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. അത് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അന്നൊന്നുമില്ലാത്തൊരു പരാതിയാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഉന്നയിക്കുന്നത്. അത് രാഷ്ട്രീയത്തിന്റെ ഒരു പകപോക്കലിന്റെ ഭാഗമായി മാത്രമാണ് ഇത് ഇത്തരമൊരു പരാതിയും ആരോപണവും ഉന്നയിക്കുന്നതെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് നിയമപരമായി നേരിടാനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തീരുമാനിച്ചിട്ടുള്ളത്. അത് പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കുന്നു. അതേസമയം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അവരുടെ രണ്ടുപേരാണ് തുവേർ സ്വദേശികളായ രണ്ടുപേരാണ് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത്. അത് കൃത്യമായി പറയുന്നത് വ്യാജമായ മേൽവിലാസത്തിൽ കൂടെയാണ് വോട്ടർ ലിസ്റ്റിൽ പേര് വരികയും പിന്നീട് മത്സരിക്കുകയും ചെയ്തത്. എന്തായാലും അതിനെതിരെ കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നു. ആ റേഷൻ കാർഡിൽ ഇപ്പോൾ ആ റേഷൻ കാർഡിന്റെ മേൽവിലാസത്തിൽ ആളതാമസമില്ലാത്തത് കൊണ്ട് തന്നെ ആ റേഷൻ കാർഡ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർ പോയിരിക്കുന്നു. അതാണ് നിലവിലുള്ള സാഹചര്യം. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയിലേക്ക് പോകും. രാഷ്ട്രീയ പകപോക്കൽ അതായത് CPI ഭരിക്കുന്ന വകുപ്പായതുകൊണ്ട് തന്നെയാണ് തന്നെ ബലിയാടാക്കിക്കൊണ്ട് ഇതിൽ നിന്നും രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള കാര്യമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമാക്കുന്നത്.